പണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരെന്നെ എന്നെ മാറി നിന്നിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല പലവട്ടം എന്നെ അവഗണിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലരും ഞാനൊരു പ്രാന്തനാണ്, പൊട്ടനാണെന്നുള്ള ലെവലിൽ വരെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രാന്ത് തന്നെ ആയിരിക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കാരണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുവരെ മന്തി കഴിക്കാത്ത ആളുകൾക്ക് മന്തി കഴിപ്പിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതല്പം ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി കഴിക്കാത്തവരെ കണ്ടുപിടിക്കൽ മാത്രമല്ല അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്ന കുറച്ച് ടാസ്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു, അവർ മന്തി കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പലരും മന്തി കഴിച്ചിട്ടില്ലെങ്കിൽ പോലും വരാൻ കുറേ മടി കാണിച്ചു. ഇവരിൽ പലരും ജോലിക്ക് പോകുന്നവരും മറ്റു പല കാരണങ്ങൾക്ക് വേണ്ടി പോകുന്നവരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്ക് 12:30 തുടങ്ങിയ ഈ ഒരു പരിപാടി 3 മണി വരെ നീണ്ടു നിന്നു. ഞാനിന്ന് മന്തി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇതുവരെ മന്തി കഴിക്കാത്ത ആരെങ്കിലും ഒരാൾ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്താ പേര്? ആനി. ചേച്ചി മന്തി കഴിച്ചിട്ടുണ്ടോ? മന്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ്. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചു വരാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും. ഒരു ടൈപ്പ് ഓഫ് റൈസാണ്, ചോറാണ്, ഒരു തരം ഭക്ഷണമാണ്. കഴിച്ചാലോ നമുക്ക്? എന്നാ വായോ കഴിക്കാം. ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? ആനി. നമുക്ക് ആനി ചേച്ചിനെ കൊണ്ടായിട്ട് മന്തി കഴിക്കാട്ടോ. വായ പോവാ. ആനി ചേച്ചി ആദ്യമായിട്ടാണ് മന്തി കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആനി ചേച്ചിക്ക് എറണാകുളത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മന്തി തന്നെ കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എടപ്പള്ളി പള്ളിയുടെ അവിടെ അല്ലേ? ചേച്ചി പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഫുഡിന്റെ പേരൊക്കെ. അപ്പൊ കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഇത്ര നേരം ഭക്ഷണം കഴിക്കാതെ നടന്നത് വെറുതെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിയോട് കുറച്ചു നേരം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് 3 മണിയായിട്ടും ചേച്ചി ആ കൂടി കഴിച്ചിട്ടുള്ളത് ഒരു പഴംപൊരി ഒരു ചായയാണെന്നത്. ചേച്ചി മന്തി കഴിക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞങ്ങൾ എടപ്പള്ളിയുള്ള സമയത്ത് സ്ഥിരം മന്തി കഴിക്കാൻ വരുന്ന സ്പോട്ടിലേക്കാണ് ഞാൻ ചേച്ചിനായിട്ട് വന്നത്. ഞങ്ങൾ എറണാകുളത്ത് വരുന്ന സമയത്തൊക്കെ ഇവിടെ തന്നെയാണ് വരാറ്. ഇവിടെ ഇപ്പോൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസിനെ ഞാൻ കാണാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ തരികട സാബുണ്ണനെയാണ് കേട്ടോ കണ്ടത്. നല്ലൊരു അഭിപ്രായം, നല്ലൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങളെ കണ്ടിട്ടും സന്തോഷമാണ്. സൂപ്പാണ്. സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? സൂപ്പ് ചെറുപ്പത്തിലൊക്കെ വീട്ടിലെ അമ്മമ്മ വെക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിച്ചോക്ക്. ഇത് മട്ടൻ സൂപ്പാണ്. മട്ടൻ സൂപ്പ് ആടില്ല. പേരുണ്ട്, ഉപ്പുണ്ട്, ഇഷ്ടപ്പെട്ടോ? അമ്മച്ചിക്ക് മട്ടനേക്കാട്ടി ഇഷ്ടം ബീഫാണെന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് മദ്ഫൂനാണ് ഞങ്ങൾ വാങ്ങിയത്. ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ സർവീസും ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റിയും. എപ്പോൾ വന്നാലും രക്ഷയില്ല, അടിപൊളിയാണ്. ആദ്യമായിട്ട് മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. അമ്മച്ചി ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത്. അമ്മച്ചിക്ക് മന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മച്ചി മന്തി ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു കഴിച്ചായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മച്ചി നന്നായി ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല അമ്മച്ചി ഇങ്ങനെ കഴിക്കും. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യണം. ഇവിടെ മന്തിയിൽ തന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ വട്ടം വരുമ്പോഴും ഓരോന്നാണ് ട്രൈ ചെയ്യുന്നത്. നമ്മൾ മന്തി കഴിച്ച് ഹാപ്പി ആയിട്ട് പോവാണ്. ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ അമ്മച്ചീനെ തിരിച്ചാക്കി കൊടുത്തു കേട്ടോ. മന്തി കഴിക്കാത്തവരെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത്. ഞാൻ ഫോൺ നോക്കിയപ്പോൾ എൻ്റെ പ്രൊഫൈലാണ് കേട്ടോ ഇവരെടുത്ത് വെച്ചിരിക്കുന്നത് യൂട്യൂബിൻ്റെ. അങ്ങനെ കഴിച്ച് ഞാൻ ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സബ്സ്ക്രൈബ് വെച്ചോ, നിങ്ങൾക്കാണ് അടുത്ത അവസരം. ഇവരെ ഞാൻ സർപ്രൈസ് ആയിട്ട് ഞാൻ മന്തി കഴിച്ച സ്പോട്ടിലേക്ക് തന്നെ കൊടുന്നു കേട്ടാ. ഇവനെൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള ഫോളോവറാണ് കേട്ടോ. ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഞാൻ വർക്കൗട്ട് വീഡിയോ ഇട്ടിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അവൻ. എന്താണ് സ്പെഷ്യലായിട്ട് തോന്നിയത്? സോഫ്റ്റ് ആണ്. അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അടുത്ത സർപ്രൈസ് നിങ്ങൾക്ക് ആർക്കാണ് വേണ്ടത് പറയൂ.